നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ഹൈക്കോടതിയുടെ ഉപാധികളോടെ അനുമതി. പാലപ്പള്ളി ഹാരിസൺ മലയാളം കമ്പനിയിൽ നിന്ന് 35 ലക്ഷം രൂപ തട്ടിയെടുത്ത അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്കൂട്ടറിൽ കാറിടിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ സ്കൂട്ടർ യാത്രക്കാരനെ ആക്രമിച്ചവർ അറസ്റ്റിൽ. നിറമാല ആഘോഷത്തിന്റെ നിറവിൽ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം. നൂറുകണക്കിന് കലാകാരന്മാർ ക്ഷേത്രത്തിലെത്തി വാദ്യാർച്ചനയിൽ പങ്കെടുത്തു. മണ്ണമ്പേട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ പോകുന്ന വഴി കാട് പിടിച്ച് ഇഴജന്തുക്കളുടെ കേന്ദ്രമായി മാറി. പഞ്ചായത്തിന് പരാതി നൽകി പൊതുപ്രവർത്തകൻ. തെങ്ങിൻ തടിയിൽ തീർത്ത ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മനക്കൊടി സ്വദേശിയായ പ്രമോദിന്റെ വീട്. വിശദമായ വാർത്തയിലേക്ക്. പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ഹൈക്കോടതിയുടെ ഉപാധികളോടെ അനുമതി. തിങ്കളാഴ്ച മുതൽ ടോൾ പിരിക്കാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് തിങ്കളാഴ്ച പുറപ്പെടുവിക്കും. പ്രദേശത്തെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് തൃശൂർ ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു. റിപ്പോർട്ടിൽ ചിലയിടങ്ങളിൽ ചെറിയ ഗതാഗതക്കുരുക്കുണ്ടെന്ന് കളക്ടർ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും തിരക്കേറിയ റോഡിൽ ഇത് സ്വാഭാവികമാണെന്ന് ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചു. കോടതി നിർദ്ദേശിച്ച എല്ലാ നടപടികളും പൂർത്തിയാക്കിയതിനാൽ ടോൾ പിരിവ് ഉടൻ പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും ആവശ്യപ്പെട്ടിരുന്നു. ടോൾ പിരിവ് നിർത്തിവച്ചത് വലിയ നഷ്ടമുണ്ടാക്കുന്നുണ്ടെന്നും 300-ലധികം തൊഴിലാളികളുണ്ടെന്നും അവർ കോടതിയെ അറിയിച്ചു. ടോൾ പിരിക്കാൻ തിങ്കളാഴ്ച മുതൽ ഉപാധികളോടെ അനുമതി നൽകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പാലപ്പള്ളി ഹാരിസൺ മലയാളം കമ്പനിയിൽ നിന്ന് 35 ലക്ഷം രൂപ തട്ടിയെടുത്ത അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലപ്പള്ളിയിലുള്ള ഹാരിസൺ മലയാളം ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറായി ജോലി ചെയ്തു വരവെ കോൺട്രാക്ടർമാർക്കും ഇടപാടുകാർക്കും നൽകാനുള്ള പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിനായി സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസായ കൊച്ചിയിലെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്ന കണക്കുകളുടെ കൂട്ടത്തിൽ തെറ്റായ കണക്കുകൾ രേഖപ്പെടുത്തി നിലവിലുള്ള കോൺട്രാക്ടർമാരുടെയും ഇടപാടുകാരുടെയും പേരുകൾ ചേർത്ത് ബാങ്ക് അക്കൌണ്ട് നമ്പറിന്റെ സ്ഥാനത്ത് പ്രതിയുടെ ബാങ്ക് അക്കൌണ്ട് നമ്പർ ചേർത്ത് 35 ലക്ഷം രൂപ തട്ടിയെടുത്ത വയനാട് പൊഴുതാന സ്വദേശി പൊട്ടേങ്ങൽ വീട്ടിൽ ഷെഫീഖ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO മനോജ് KN, SI പോൾസൺ KL, GSI വിനോദ്, GSCPO രാജേഷ്, ഡ്രൈവർ CPO അനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. സ്കൂട്ടറിൽ കാർ ഇടിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ സ്കൂട്ടർ യാത്രക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായ 3 പേർ അറസ്റ്റിൽ. മതിലകം കൂളിമുട്ടം സ്വദേശി പാമ്പിനേഴത്ത് വീട്ടിൽ മുഹമ്മദ് ജസീൽ, കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം സ്വദേശി അടിമപ്പറമ്പിൽ വീട്ടിൽ ഷിഫാസ്, കരൂപ്പടന്ന നെടുങ്കാണത്തുകുന്ന് സ്വദേശി കളത്തിപ്പറമ്പിൽ വീട്ടിൽ ശരത് ദാസ് എന്നിവരാണ് അറസ്റ്റിലായത്. കോണത്തുകുന്ന് വെച്ച് വള്ളിവട്ടം ബോധിഗ്രാമം സ്വദേശി പുളിപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ഷംസുദ്ദീൻ ഓടിച്ചു വന്നിരുന്ന സ്കൂട്ടറിൽ പ്രതികൾ സഞ്ചരിച്ചു വന്നിരുന്ന കാർ ഇടിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ പരാതിക്കാരനെ അസഭ്യം പറയുകയും ഇരുമ്പ് പൈപ്പ് കൊണ്ടും കൈകൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. നിറമാല ആഘോഷത്തിന്റെ നിറവിൽ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം. നൂറുകണക്കിന് കലാകാരന്മാർ ക്ഷേത്രത്തിലെത്തി വാദ്യാർച്ചനയിൽ പങ്കെടുത്തു. തിരുവില്ലാമല നിറമാലയിലൂടെ മധ്യകേരളത്തിലെ ക്ഷേത്രോത്സവ കാലത്തിന് തുടക്കമായിരിക്കുകയാണ്. നിറമാല ദിവസം വില്വാദ്രിനാഥന് മുന്നിൽ വാദ്യാർച്ചന നടത്തി തുടങ്ങിയാൽ ഉത്സവകാലം സമൃദ്ധമാകുമെന്ന വിശ്വാസത്തിൽ നിരവധി വാദ്യ കലാകാരന്മാർ ക്ഷേത്രത്തിലെത്തി. വില്വാദ്രിനാഥനെ വണങ്ങാൻ ഉടമകൾ ആനകളെ ഏക്കമൊഴിവാക്കിയാണ് എത്തിച്ചത്. തിരുനാവായിൽ നിന്ന് എത്തിച്ച 15,000-ഓളം താമരപ്പൂക്കൾ കൊണ്ട് രാമലക്ഷ്മണന്മാരുടെ ശ്രീകോവിലുകൾ അലങ്കരിച്ചു. പ്രതിഷ്ഠകളിലും തിടമ്പുകളിലും താമരമാലകൾ ചാർത്തി. കുരുത്തോലകളും കുലവാടകളും താമരമാലകളും കൊണ്ട് മനോഹരമായി അലങ്കരിച്ച ക്ഷേത്ര സന്നിധാനം ഭക്തരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു. രാവിലെ 5-ന് കലാമണ്ഡലം അച്യുതൻ,
ഞരളത്ത് രാമദാസ്, സിന്ധു ശ്രീകുമാർ എന്നിവരുടെ അഷ്ടപതിയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. 8-ന് ശീവേലി എഴുന്നള്ളിപ്പിലെ പഞ്ചാരി മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരായിരുന്നു വാദ്യപ്രമാണി. ഉച്ചയ്ക്ക് 12-ന് കലാമണ്ഡലം രാധാമണിയും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളലും അരങ്ങേറി. മണ്ണമ്പേട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ പോകുന്ന വഴി കാട് പിടിച്ച് ഇഴജന്തുക്കളുടെ കേന്ദ്രമായി മാറി. പഞ്ചായത്തിന് പരാതി നൽകി പൊതുപ്രവർത്തകൻ. മണ്ണമ്പേട്ട മാതാ സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ പോകാൻ ആശ്രയിക്കുന്നത് മണ്ണമ്പേട്ട ആരോഗ്യ കേന്ദ്രം റോഡാണ്. വട്ടനാത്ര, ആലേങ്ങാട്, പച്ചളിപ്പുറം എന്നീ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. ഈ റോഡിന്റെ സൈഡ് കാട് വളർന്നു നിൽക്കുന്നതിനാൽ ഇഴജന്തുക്കളെ ഭയന്നിട്ടാണ് ഈ വഴിയിലൂടെ വിദ്യാർത്ഥികളടക്കം യാത്ര ചെയ്യുന്നത്. മണ്ണമ്പേട്ട ആരോഗ്യ കേന്ദ്രത്തിലേക്കും ജനങ്ങൾ പ്രധാനമായും ഈ കനാൽ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. എത്രയും പെട്ടെന്ന് കനാൽ റോഡിന്റെ സൈഡിലുള്ള കാട് വെട്ടിനീക്കി അപകടം കൂടാതെ സഞ്ചരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അളഗപ്പ നഗർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പൊതുപ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ പരാതി നൽകി. തെങ്ങിൻതടിയിൽ തീർത്ത ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മനക്കൊടി സ്വദേശിയായ പ്രമോദിന്റെ വീട്. ഒഴിവ് വേളകളിലാണ് ഈ മരപ്പണിക്കാരൻ മിഴിവാർന്ന ശില്പങ്ങൾ മെനഞ്ഞെടുക്കുന്നത്. ആശാരിപ്പണിക്കാരനായ പ്രമോദ് മരത്തിൽ ശില്പങ്ങൾ മെനഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. തെങ്ങിൻതടി നടുപൊളിച്ച് ചോറ് കളഞ്ഞ് ഉറപ്പുള്ള പുറന്തോട് ഉപയോഗിച്ചാണ് ശില്പങ്ങൾ ഉണ്ടാക്കുന്നത്. ജോലി കഴിഞ്ഞെത്തിയാൽ പ്രമോദിന് ജീവിതമെന്നത് ശില്പനിർമ്മാണമാണ്. പ്രകൃതി, രാഷ്ട്രീയ സാംസ്കാരിക നായകർ തുടങ്ങിയവയൊക്കെ ഈ കലാകാരന്റെ ശില്പവിഷയങ്ങളാണ്. 2-3 ദിവസങ്ങളിലെ ഒഴിവു സമയം കൊണ്ടാണ് പ്രമോദ് ഓരോ ശില്പവും പൂർത്തിയാക്കുന്നത്. ആഫ്രിക്കൻ ഒച്ചുകളുടെ തോട് ഉപയോഗിച്ചുള്ള നിർമ്മിതിയും ശ്രദ്ധേയമാണ്. തന്റെ കലാവിരുത് ജനങ്ങളിലേക്ക് എത്തിക്കാനായി ഇടയ്ക്ക് പ്രദർശനവും ഒരുക്കാറുണ്ട്. കലാമൂല്യവും വ്യത്യസ്തതയുമാർന്ന ശില്പങ്ങൾ നിർമ്മിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും എന്നത് ഈ ശില്പിക്ക് കേവലം വിനോദം മാത്രമല്ല, ചാരിതാർത്ഥ്യജനകമായ കലാസാക്ഷാത്കാരം കൂടിയാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 15 രൂപ കൂടി ഗ്രാമിന് 10,205 രൂപ, പവന് 81,640 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ഹൈക്കോടതിയുടെ ഉപാധികളോടെ അനുമതി. പാലപ്പള്ളി ഹാരിസൺ മലയാളം കമ്പനിയിൽ നിന്ന് 35 ലക്ഷം രൂപ തട്ടിയെടുത്ത അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്കൂട്ടറിൽ കാറിടിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ സ്കൂട്ടർ യാത്രക്കാരനെ ആക്രമിച്ചവർ അറസ്റ്റിൽ. നിറമാല ആഘോഷത്തിന്റെ നിറവിൽ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം. 100 കണക്കിന് കലാകാരന്മാർ ക്ഷേത്രത്തിലെത്തി വാദ്യാർച്ചനയിൽ പങ്കെടുത്തു. മണ്ണമ്പേട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ പോകുന്ന വഴി കാട് പിടിച്ച് ഇഴജന്തുക്കളുടെ കേന്ദ്രമായി മാറി. പഞ്ചായത്തിന് പരാതി നൽകി പൊതുപ്രവർത്തകൻ. തെങ്ങിൻതടിയിൽ തീർത്ത ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മനക്കൊടി സ്വദേശിയായ പ്രമോദിന്റെ വീട്. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239.
നന്ദി, നമസ്കാരം.